നൽകിയാൽ 10 മടങ്ങായിട്ട് തിരിച്ചു ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് അറിയാമോ? എന്താണ്? നൽകിയാൽ 10 മടങ്ങായിട്ട് തിരിച്ചു ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ബഹുമാനം. നമ്മൾ മനസ്സിൽ വെച്ചുകൊള്ളുക. നമ്മൾ ഒരാളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ബഹുമാനം 10 മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു ലഭിക്കുമെന്നാണ്. കേട്ടോ? എന്ന് കരുതി നിങ്ങൾ ഒരാളോട് വഴക്കിട്ടിട്ട് നാളെ രാവിലെ ചെന്ന് അയാളെ ബഹുമാനിച്ചാൽ ചിലപ്പോൾ അയാൾ അത് അക്സെപ്റ്റ് ചെയ്തെന്ന് വരത്തില്ല. കേട്ടോ? അത് വേറെ കാര്യം. എങ്കിലും നൽകിയാൽ ഇരട്ടിയായിട്ട് തിരിച്ചു ലഭിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? ബഹുമാനമാണ്. കേട്ടോ? അല്ല, ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. നിങ്ങൾ ഒരാളെ ബഹുമാനിച്ച് നോക്കുക, അയാൾ നിങ്ങളെ തീർച്ചയായിട്ടും ബഹുമാനിക്കും. കേട്ടോ? പക്ഷേ സ്നേഹം അങ്ങനെയല്ല. കേട്ടോ? ഞാനിപ്പോൾ സ്നേഹവും ബഹുമാനവും രണ്ടാണ്. സ്നേഹം അങ്ങനെയല്ല. സ്നേഹം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാളിൽ നിന്നും സ്നേഹം തിരിച്ചു ലഭിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കേട്ടോ? സ്നേഹം കൊടുത്താൽ തിരിച്ചു കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ തിരിച്ചു കിട്ടിയത് വരികയുമില്ല. സ്നേഹമെന്ന് പറഞ്ഞാൽ മനസ്സിൽ എന്താണ്? സ്വമേധയാ ഉണ്ടാകേണ്ടതാണ്. അതുപോലെ സ്നേഹം യാചിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. സ്നേഹത്തിന് വേണ്ടി ആരോട് യാചിക്കാൻ പാടില്ലെന്നാണ്. അതുപോലെ തന്നെ കേട്ടോ, അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. സ്നേഹത്തിന് വേണ്ടി ആരോട് യാചിക്കാൻ പാടില്ല. സ്നേഹം മനസ്സിൽ സ്വമേധയാ ഉണ്ടാകേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ സ്നേഹവും ബഹുമാനം എന്താണ്? രണ്ടാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരാളെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ ബഹുമാനം ഇരട്ടിയായിട്ട് തിരിച്ചു ലഭിക്കുമെന്നാണ്. കേട്ടോ? പക്ഷേ പിന്നെ നമുക്ക് സമൂഹത്തോട് കോമണായ സ്നേഹമുണ്ട്. അത് കോമണായൊരു സ്നേഹമാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഒരാൾ പെട്ടെന്ന് മറിഞ്ഞു വീണു എന്നിരിക്കട്ടെ. മറിഞ്ഞു വീണു, അയാളുടെ ദേഹമാസകലം മുറിഞ്ഞു. അപ്പോൾ നിങ്ങളെന്ത് ചെയ്തു? അയാളെ പിടിച്ചിരുത്തി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. നിങ്ങൾക്ക് അയാളോട് സ്നേഹം ഉണ്ടാകണമെന്നില്ല. കോമണായ സ്നേഹം, മനുഷ്യത്വം, അത്രയേ ഉള്ളൂ. എന്ന് കരുതി നിങ്ങൾക്ക് അയാളോട് സ്നേഹം ഉണ്ടാവണമെന്നുണ്ടോ? സ്നേഹം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ സ്നേഹം കാണത്തുമില്ല. വലിയതായ സ്നേഹം കാണത്തില്ല. കോമണായ സ്നേഹം, മനുഷ്യത്വത്തിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ചെയ്തത്. അയാളെ അയ്യോ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയും വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. കേട്ടോ? സ്നേഹവും ബഹുമാനവും എപ്പോഴും രണ്ടാണ്. പിന്നെ സ്നേഹവും പ്രകടിപ്പിക്കാനുള്ളതാണ്. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. കേട്ടോ? സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് കുടുംബത്തിനകത്താണ് ഞാൻ ഈ പറഞ്ഞത്. സ്നേഹം കുടുംബത്തിനകത്ത് പ്രകടിപ്പിക്കുക. സമൂഹത്തോട് നമുക്ക് കോമണായ സ്നേഹം മതി. കോമണായ സ്നേഹം. കേട്ടോ? കുടുംബത്തിനകത്ത് സ്നേഹം പ്രകടിപ്പിക്കണം. അച്ഛൻ മക്കളോടും, മക്കൾ അച്ഛനോടും, അമ്മ മക്കളോടും, മക്കൾ അമ്മയോടും ഒക്കെ സ്നേഹമായിട്ട് പെരുമാറുക. കേട്ടോ? സമൂഹത്തോടെ കോമണായൊരു സ്നേഹം. കേട്ടോ? കോമണായ സ്നേഹം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ സ്നേഹമായിട്ട് മറുപടി പറയുക, സ്നേഹത്തോടെ പെരുമാറുക. അത്രയേ ഉള്ളൂ. ചുരുക്കി പറയാൻ എത്രയേ ഉള്ളൂ. നൽകിയാൽ 10 മടങ്ങായിട്ട് തിരിച്ചു ലഭിക്കുന്ന എന്താണ്? ബഹുമാനമാണ്. എല്ലാവരെയും ബഹുമാനിക്കുക. ഒരാളെ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് എന്തില്ല? ഒന്നും നഷ്ടപ്പെടാനില്ല. കേട്ടോ? ഒരാളെ ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് എന്ത് നഷ്ടപ്പെടാനാണ്? യാതൊന്നും നഷ്ടപ്പെടാനില്ല. കേട്ടോ? അതുകൊണ്ട് ഞാൻ എൻ്റെ രീതി പറയുവാണ്. കേട്ടോ? എല്ലാവരും ഇത് അംഗീകരിക്കണമെന്നില്ല. എല്ലാവരെയും ബഹുമാനിക്കുക.